ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ വികസനത്തിനാണ് രാജ്യം പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകളുടെ അച്ചടി ആരംഭിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ശബരിമലയിൽ ഭക്തർക്ക് ദർശനം സുഗമമാക്കുന്നതിന് എരുമേലിയിൽ കൂടി സ്പോട്ട് ബുക്കിംഗ് നടത്താൻ തീരുമാനിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. അന്നദാനത്തിൽ കേരളീയ സദ്യ നൽകാനും തീരുമാനം. ലോകത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്നതായി ഐക്യരാഷ്ട്രസഭ. ലോകമെമ്പാടും ഓരോ 10 മിനിറ്റിലും ഒരു സ്ത്രീയോ പെൺകുട്ടിയോ കൊല്ലപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 23 വനിതാ 2020 ചാമ്പ്യൻഷിപ്പിൽ ഝാർഖണ്ഡിനെതിരെ കേരളത്തിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ വികസനമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ഗുരു തേജ് ബഹാദൂറിന്റെ 350ാമത് ഷഹീദി ദിവസ് അനുസ്മരണത്തിനായുള്ള പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സത്യവും ധർമ്മവും വിശ്വാസവും സംരക്ഷിക്കുന്നതിന് സ്വന്തം ജീവൻ തന്നെ ത്യാഗം ചെയ്ത വ്യക്തിയാണ് ഗുരു തേജ് ബഹാദൂർ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗുരുവിന്റെ അനുസ്മരണാർത്ഥം പ്രത്യേക നാണയവും സ്മാരക സ്റ്റാമ്പും ശ്രീ മോദി പുറത്തിറക്കി. തദ്ദേശ സ്ഥാപന പൊതു തിരഞ്ഞെടുപ്പിനുള്ള പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകളുടെയും വോട്ടിംഗ് യന്ത്രങ്ങളിൽ പതിപ്പിക്കുന്ന ബാലറ്റ് ലേബലുകളുടെയും അച്ചടി വിവിധ സർക്കാർ പ്രസ്സുകളിൽ ആരംഭിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേര് തമിഴ്, കന്നഡ ഭാഷകളിൽ കൂടി ചേർക്കും. വിവിധ തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി 2,56,934 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ സംസ്ഥാനത്തെ 23,562 വാർഡുകളിലായി ഇത്തവണ 72,005 സ്ഥാനാർത്ഥികൾ. ഇതിൽ 37,786 സ്ത്രീകളും 34,218 പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറുമുണ്ട്. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക റിട്ടേണിംഗ് ഓഫീസർമാർ പ്രസിദ്ധീകരിച്ചു. കണ്ണൂരിലെ 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 14 LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 76,37,216 ഉയർന്നതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. അതേസമയം എന്യൂമറേഷൻ ഫോമുകൾ സംബന്ധിച്ച് പൊതുജനങ്ങളെ സഹായിക്കുന്നതിന് ജില്ലകളിൽ ബൂത്ത് തല വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലുമുള്ള വിദ്യാർത്ഥികൾ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകളുടെ ഭാഗമാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംവേദനാത്മകമായ പ്രവർത്തനങ്ങളിലൂടെയും പ്രായോഗിക അനുഭവങ്ങളിലൂടെയും വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമാകാനുള്ള വേദിയായിട്ടാണ് ഈ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. SIR പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ കുട്ടികളുടെ സേവനം ഏലത്തൂർ ERO ആവശ്യപ്പെട്ടതായ വാർത്തയുടെ അടിസ്ഥാനത്തിൽ EROയുമായി സംസാരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. അധ്യാപകരുടെ സമ്മതത്തോടെ പഠനത്തിന് തടസ്സമുണ്ടാവാത്ത രീതിയിൽ സ്വമേധയാ തയ്യാറാവുന്ന കുട്ടികളുടെ സേവനം ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിച്ചിരുന്നതെന്നും മറിച്ചുള്ള വാർത്തകൾ തെറ്റിദ്ധാരണ മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടിക പുതുക്കൽ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് അനുബന്ധ ജോലികൾക്കായി NSS, NCC വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളെ നിയോഗിക്കാനുള്ള ചില റവന്യൂ ഉദ്യോഗസ്ഥരുടെ ആവശ്യം പഠനത്തെ തടസ്സപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശബരിമലയിലെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. എരുമേലിയിൽ കൂടി സ്പോട്ട് ബുക്കിംഗ് നടത്താൻ തീരുമാനിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമലയിലെ അന്നദാനത്തിൽ പുലാവും സാമ്പാറും ഒഴിവാക്കി കേരളീയ സദ്യ നൽകാൻ തീരുമാനിച്ചു. 26-ാം തീയതി ഫുൾ മാസ്റ്റർ പ്ലാന്റെ കമ്മിറ്റി, ഹൈപ്പവർ കമ്മിറ്റി കൂടുന്നുണ്ട്. ആ കമ്മിറ്റിയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്, ശബരിമലയ്ക്ക് എന്താണ് ഈ മാസ്റ്റർ പ്ലാൻ ചെയ്തു തരേണ്ടതെന്നുള്ള വ്യക്തമായ ഒരു ചിത്രം നമുക്ക് കൊടുക്കാൻ പറ്റും. അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഒരുമിച്ച് പരിഹരിക്കാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് 1 ഇയർ പെർസ്പെക്റ്റീവിൽ അവിടെ മാസ്റ്റർ പ്ലാൻ വഴി നമുക്ക് എന്ത് കിട്ടുമെന്നുള്ള ഉറപ്പുവരുത്താൻ ഈ ഒരു അവലോകന യോഗം കൊണ്ട് സാധിക്കും. ഫെബ്രുവരി 1 നമ്മൾ അടുത്ത വർഷത്തെ പരിപാടി തുടങ്ങും. അതിന് മുന്നോടിയായിട്ടാണ് ഈ തയ്യാറെടുപ്പെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ ഇന്ന് നട തുറന്നതു മുതൽ വൈകുന്നേരം 6 മണിവരെ 65,583 പേരാണ് ദർശനം നടത്തിയത്. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും പോലീസിന്റെ പുതിയ ബാച്ചും ഇന്ന് ചുമതലയേറ്റു. ശബരിമല മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ ഭക്ഷ്യസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡുകൾ 350 പരിശോധനകൾ നടത്തിയതായി മന്ത്രി വീണ ജോർജ്. ഭക്ഷ്യ സംരംഭകർക്ക് 8 ബോധവൽക്കരണ പരിപാടികളും 2 ലൈസൻസ് രജിസ്ട്രേഷൻ മേളകളും സംഘടിപ്പിച്ചു.
ലോകത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായ ഇന്നാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. വിശദാംശങ്ങളിലേക്ക്. ലോകമെമ്പാടും ഓരോ 10 മിനിറ്റിലും ഒരു സ്ത്രീയോ പെൺകുട്ടിയോ കൊല്ലപ്പെടുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈമും UN വിമനും ചേർന്നാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനത്തിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. 2024 83,000 സ്ത്രീകളും പെൺകുട്ടികളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതിൽ 60% പേരും കൊല്ലപ്പെട്ടത് പങ്കാളികളുടെയോ കുടുംബാംഗങ്ങളുടെയോ കൈകൊണ്ടാണ്. ആഫ്രിക്കയിലാണ് ഏറ്റവും ഉയർന്ന സ്ത്രീഹത്യാ നിരക്ക് രേഖപ്പെടുത്തിയത്. അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നടിയെ ആക്രമിച്ച കേസിലെ വിധി ഡിസംബർ 8 പറയും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുന്നത്. കേസിൽ നടൻ ദിലീപ് 8ാം പ്രതിയാണ്. 2017 ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യം നാളെ സംവിധാൻ ദിവസ് ആഘോഷിക്കും. ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ന്യൂഡൽഹി സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ നാളെ നടക്കുന്ന സംവിധാൻ ദിവസ് പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർല, കേന്ദ്രമന്ത്രിമാർ, MPമാർ തുടങ്ങിയവർ പങ്കെടുക്കും. നാവിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ നാവികസേന ബാൻഡ് നാളെ തിരുവനന്തപുരത്ത് സംഗീത വിരുന്ന് സംഘടിപ്പിക്കുന്നു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന സർക്കാരിൽ നിന്നും സായുധ സേനയിൽ നിന്നുമുള്ള നിരവധി പ്രമുഖർ പങ്കെടുക്കും. പ്രവേശനം സൌജന്യമായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. പ്രധാന നാവിക കേന്ദ്രങ്ങൾക്ക് പുറത്ത് നാവിക ദിന പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് നേവി ബാൻഡ് അടക്കമുള്ള പരിപാടികൾ നടത്തുന്നത്. കമാൻഡ് മ്യൂസീഷ്യൻ ഓഫീസർ കമാൻഡർ മനോജ് സെബാസ്റ്റിന്റെ നേതൃത്വത്തിൽ പാശ്ചാത്യ ക്ലാസിക്കൽ ഇന്ത്യൻ ഇനങ്ങൾ ഇവിടെ അവതരിപ്പിക്കും. നാവിക ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിലും കോളേജുകളിലും സേനാംഗങ്ങളുടെ സമ്പർക്ക പരിപാടികളും നടന്നുവരുന്നുണ്ട്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ LP സെക്ഷനിൽ മുണ്ടിനീര് രോഗം സ്ഥിരീകരിച്ചതിനാൽ സ്കൂളിലെ LP സെക്ഷന് നാളെ മുതൽ 21 ദിവസം അവധി നൽകി ജില്ലാ കളക്ടർ ഉത്തരവായി. ഈ ദിവസങ്ങളിൽ ക്ലാസുകൾ ഓൺലൈനായി നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ നിർവഹിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. മൂന്നാറിലെ KSRTC ഡബിൾ ഡെക്കർ ബസ് വൻ ഹിറ്റ്. 9 മാസത്തിനുള്ളിൽ 1 കോടിയിലധികം രൂപയുടെ കളക്ഷനാണ് മൂന്നാറിലെ ഡബിൾ ഡെക്കർ ബസ് സർവീസിലൂടെ KSRTC നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വിനോദസഞ്ചാരികൾക്കായി സർവീസ് നടത്തുന്ന റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സാണ് വരുമാന നേട്ടം കൊണ്ട് താരമായത്. 9 മാസത്തിനുള്ളിൽ 1,07,400 രൂപ ലഭിച്ചു. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് രാവിലെ 9, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4 എന്നീ സമയങ്ങളിൽ തുടങ്ങുന്ന സർവീസ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ദേവികുളം, ഗ്യാപ്പ് റോഡ്, ആനയിറങ്കൽ എന്നിവയുൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഡിപ്പോയിലെത്തും. ബസിന്റെ മുകൾ നിലയിലും ഇരുന്ന് മൂന്നാറിന്റെ സൗന്ദര്യ കാഴ്ചകൾ ആസ്വദിക്കാം. താഴത്തെ നിലയിൽ 11 പേർക്കും മുകളിൽ 39 പേർക്കും ഇരുന്ന് യാത്ര ചെയ്യാം. യാത്രക്കാർക്ക് ഓൺലൈനായും ടിക്കറ്റ് എടുക്കാം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം നെയ്യാർ നദിയിൽ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നതിനെ തുടർന്ന് കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. അണ്ടർ 23 വനിതാ 2020 ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് തുടർച്ചയായ 2ാം ജയം. ഝാർഖണ്ഡിനെ 4 വിക്കറ്റിനാണ് കേരളം പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഝാർഖണ്ഡ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 75 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം 17 പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യത്തിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ വികസനത്തിനാണ് രാജ്യം പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകളുടെ അച്ചടി ആരംഭിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ശബരിമലയിൽ ഭക്തർക്ക് ദർശനം സുഗമമാക്കുന്നതിന് എരുമേലിയിൽ കൂടി സ്പോട്ട് ബുക്കിംഗ് നടത്താൻ തീരുമാനിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. അന്നദാനത്തിൽ കേരളീയ സദ്യ നൽകാനും തീരുമാനം. ലോകത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി ഐക്യരാഷ്ട്രസഭ. ലോകമെമ്പാടും ഓരോ 10 മിനിറ്റിലും ഒരു സ്ത്രീയോ പെൺകുട്ടിയോ കൊല്ലപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 23 വനിതാ 2020 ചാമ്പ്യൻഷിപ്പിൽ ഝാർഖണ്ഡിനെതിരെ കേരളത്തിന് 4 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.